മായയില്ലാതെ ഇരിക്കാൻ പറ്റില്ല. ഒരുപാട് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. മായ ഉണ്ടായിരുന്നു, എന്നെ നോക്കിയായിരുന്നു. അങ്ങനെ മായനെ എങ്ങനെ കാണുന്നു എന്ന് മായൻ്റെ വീട്ടിലേക്ക് പോയി. മായ, സോറി മായ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല മായ. അങ്ങനെ മായനെ ചെയ്തു. മായ തെറ്റിക്ക് മാപ്പ് കൊടുത്തു. അങ്ങനെ അവർ ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് മായ പ്രഗ്നൻ്റായി. അങ്ങനെ മായൻ്റെ ഹസ്ബൻഡ് പൊന്നുപോലെ നോക്കാൻ തുടങ്ങി മായനെ. ഹാപ്പി ആയിക്കൊണ്ട് മായ ഇല്ലാതെ അവനിരിക്കാൻ പറ്റില്ല. അത്ര ലെവലിൽ മായനെ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. മായ അങ്ങനെ മായ ആ കുട്ടി ഇതായി. അപ്പം മായൻ്റെ ഹസ്ബൻഡിക്ക് ഒരു ടോർച്ചർ ചെയ്യും. അങ്ങനെ മായൻ്റെ ഹസ്ബൻഡിക്ക് കണ്ടായി. അങ്ങനെ പെൺകുട്ടീനെ പിടിച്ച് അകത്തിട്ട്. അങ്ങനെ മായനെ കൂടെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാവരും നമുക്ക് ട്രിപ്പ് പോവാം എന്നും മായൻ്റെ കോൾ വിളിച്ചു. ഹായ് മുത്തു, എന്ത് പറ്റിയടി? മായ, നമുക്ക് ട്രിപ്പ് പോവാം മായ. എടി ബേബി, ഇപ്പം നിൻ്റെ കുട്ടി വളർന്നല്ലേടി? ഇപ്പം എൻ്റെ ബേബിക്ക് 4 വയസ്സായില്ലേ? അതെടി, ഇപ്പം 4 വയസ്സ് 5 വയസ്സ് പിടിക്കാൻ പോകുന്നു. അപ്പം നീ വാടി, നമുക്ക് പോവാം ട്രിപ്പൊക്കെ. ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞടി. ഇപ്പം നീ ബേബി പറ്റിയും കൊണ്ട് നമുക്ക് ഇവിടേക്ക് ട്രിപ്പ് പോകാൻ പറ്റില്ലടി. പ്ലീസ് ഡി. ശരി മുത്തു, ഞാൻ വരാം, ഹസ്ബൻഡോട് പറഞ്ഞു. ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ട്രിപ്പൊക്കെ പോകാൻ തുടങ്ങി. അപ്പം ഗ്രാൻഡ് പാ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു ഗ്രാൻഡ് പാ, ഇത് നിങ്ങൾ അങ്ങനെ മാജിക് ചെയ്ത് അത് ഗ്രാൻഡ് പാ എല്ലാവർക്കും ഒന്നും കൊടുത്തു. ഗ്രാൻഡ് പറഞ്ഞു, ഈ സാധനം എല്ലാം പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഗ്രാൻഡ് പാ പറഞ്ഞ പോലെ എല്ലാ പാറ്റേഴ്സ് എല്ലാവരും ട്രെയിൻ ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ സൂപ്പർ പവർ കൂടുതലാണ് ഉള്ളത്. അങ്ങനെ അവർ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോയി. മായ പറഞ്ഞു, എടി നമുക്ക് വണ്ടിയിൽ പോവാം. എടി വണ്ടി നമുക്ക് എല്ലാവർക്കും എങ്ങനെ പോവാം? ഇതാണ് പ്രശ്നം. ടൻ. എടി ഇതിലെങ്ങനെടി? ഇപ്പം ഇത് ഒരു ബസ് മതി, മനസ്സിലായ? നമുക്ക് ഇതിൽ പോവാം. അതിനെ നമുക്ക് ഇതിൽ പോയി നമുക്ക് എൻജോയ് ചെയ്യാം. മാത്രം നമുക്ക് ഇത് എല്ലാവരും കണക്ക് സിമ്പിളായി കാണും. നമുക്ക് ഇതിൽ കയറിയിരുന്നോളാം. പിന്നെ നമുക്ക് കുറച്ച് നേരം ആകുമ്പോൾ നമുക്ക് ഈ കാറിനെ ഡബിളായി മാറ്റാം. ഇപ്പം നമുക്ക് ബെഡ് അതെല്ലാം നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റും മാജിക് വെച്ചിട്ട്. അതെടി ശരി, നമുക്കിപ്പോൾ കുറച്ച് ഇതിൽ പോവാം. എടി വാനിൽ ബസ് ഇതാണ് മെയിൻ ബസ്. ഇതിൽ നമുക്കിരുന്ന് പോവാം. അത് നമുക്ക് ബെഡ് വേണം, നമുക്കിത് വണ്ടി മാറ്റാം. എടി ട്രിപ്പ് പറഞ്ഞവിടെ ഇല്ലടി, ട്രിപ്പ് നമുക്കൊരു ജോലി വന്നിട്ടുണ്ട്. എന്തടി ജോലിയാ? അതായത് ഒരു വീട്ടിൽ മാരേജാണ്, അതുകൊണ്ട് നമുക്ക് പോയേ പറ്റൂ. ആരുടെ വീട്ടിൽ മാരേജ്? എടി മറന്നു പോയടെ, നമ്മളെ ക്ലാസ്മേറ്റ് ഇല്ലേ? അതെ, ജാനു. അതെടി, ജാനുവിൻ്റെ വീട്ടിൽ മാരേജാടി. എടി ജാനുക്കല്ലുള്ളൂ മാരേജ്? ജാനുക്കളുടെ മാരേജ് അല്ലടി, അവളെ അമ്മൻ്റെ അനിയത്തിയില്ലേ? അനിയത്തിയുണ്ട്. ആ കുട്ടിക്ക് മാരേജ്. ഇത് ആ കുട്ടിക്ക് മാരേജ് അടി? അതെടി, ആ കുട്ടിക്ക് ജാനുക്കല്ലടി നമ്മൾ ലവ് മാരേജ് അവർക്കെല്ലാം ഹെൽപ്പ് ചെയ്താ. അതെടി, ഇപ്പം അവൾക്കൊരു അനിയത്തി ഉണ്ടല്ലോടി? അതെടി. അതെടി, അനിയത്തിക്ക് മാരേജാണ്. ആ കുട്ടി ഇപ്പോൾ വളർന്നോടി. എടി അവൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞു. ശരി, നമ്മളൊക്കെ കൊച്ചല്ലേ? അതെടി, ഇപ്പോൾ വളർന്നു. പിന്നെ കല്യാണം പ്രായമായില്ലേ? 18 വയസ്സായല്ലോടി. അതെടി, 18 വയസ്സായ എന്ത് ചെയ്യാം? അവളച്ഛനമ്മ മാരേജ് ചെയ്യിക്കാം. എടി ഓൾറെഡി അവൾക്ക് മാരേജ് ഇല്ലടി, അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞുടി. ഇപ്പോൾ അവൾക്ക് എൻഗേജ്മെൻ്റാണ്. അപ്പോൾ മാരേജ് അല്ലേ? ഇല്ലടി, അവൾക്ക് ഇപ്പോൾ എൻഗേജ്മെൻ്റാണ്. പിന്നെ അവൾക്ക് പിന്നെ കോളേജ് ശേഷം അതെല്ലാം ഗ്രാജുവേറ്റ് ആയ പിന്നെ അവർക്ക് മാരേജാണ്. പിന്നെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അവളെ ദോഷമുണ്ട്, ജാതക പ്രശ്നമുണ്ട്. പിന്നെ അപ്പുറത്തെ ബംഗ്ലാവിൽ ഒരു മാരേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ കുറച്ച് നാൾ ഇവിടെ എൻജോയ് ചെയ്യാം. പിന്നെ വേറെ നാട്ടിൽ ഇവിടെ മാരേജ് ചെയ്യുന്ന പ്ലാനെല്ലാം ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് അവർ സെറ്റിലാകുന്നടി, ഇവിടെ വിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ എൻഗേജ്മെൻ്റ് ഇടി.
ഇല്ലടി, എൻഗേജ്മെൻ്റ് നടന്നു. മാത്രം നമുക്കവളെ എൻഗേജ്മെൻ്റാണ്, നിശ്ചയമാണെടി. എടി നിശ്ചയം പറഞ്ഞ അതെടി, അത് നിശ്ചയം ചെയ്തത് പിന്നെ അതെ പ്രശ്നമുണ്ട്. അത് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്തത് പിന്നെ അവർക്ക് നിശ്ചയം ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടി പ്രശ്നം, നമ്മൾ പോയിട്ട് പാർട്ടി എൻജോയ് ചെയ്യാം. പിന്നെ അപ്പുറത്തെ ഒരു ബംഗ്ലാവുണ്ട്, അവിടേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നമുക്ക് പോവാം. ആ വണ്ടി ഇവിടെ ഒരു കാടുള്ളടി. അതെ വൈഫി. എന്ത് പറ്റിയ ആരം? അതടി, ഇവിടെ എന്തോ ഒരു ആരം. ഒരെല്ലാവരും ഉറങ്ങിപ്പോയോ? ഇല്ലടി, ഇവർ വലിയ ബസ് ചെയ്തു, എല്ലാവർക്കും റൂമുണ്ട് ബേബി, അതുകൊണ്ട് എല്ലാവരും ഉറങ്ങി. ആരം, നീ മാത്രം എന്തോ ഉറങ്ങാത്ത? അതടി, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഏതോ ഒരു സ്മെല്ല് വന്നടി. അത് ആരം, ഞാൻ കിടക്കാൻ പോയതായിരുന്നു, ഏതോ ഒരു തെറ്റ് നടക്കാൻ പോകുന്ന ഫീലും വന്നതാറാം. അതടി വൈഫി, അതടി, ഇവിടെ എന്തോ പ്രേതമുണ്ട പോലെ ഫീൽ ചെയ്യല വൈഫി. എനിക്കെന്തോ ഇവിടെ കുറച്ച് അപ്പുറം പോയ സ്റ്റോപ്പ് ആഴം, വണ്ടി സ്റ്റോപ്പ് ചെയ്തെന്നെ ആറാം. അതടി, ഇതെന്ത് ക്ഷേത്രമാണല്ലോ ആറാം. അതടി, നമ്മൾ ഇവിടെ നിൽപ്പിക്കാം. അപ്പുറത്ത് പോയ ഒരു ആത്മാവ് അവിടെ വണ്ടി ഇടിച്ച്. അതേടാ, എല്ലാവരും ദാനം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ആപത്തുണ്ട്. പക്ഷേ ഇപ്പം എന്ത് നമുക്ക് ഇവരെല്ലാം ഉറങ്ങലാറും, ഇപ്പം എന്ത് ചെയ്യാം? വിഷമിക്കണം. അങ്ങനെ മാജിക് പറഞ്ഞാൽ എല്ലാവരുടെ കൗത്തിൽ ഒരു ബ്ലോക്ക് ഇട്ട് വന്നു. ഇപ്പോൾ എല്ലാവരും ക്ലീൻ. ഇപ്പം നമ്മൾ ഫ്ലെക്സുണ്ട്, അതേ പ്രഷ് ചെയ്യണം. ഇപ്പം എന്ത് ചെയ്യാം? ഇവർ ഉറങ്ങിയാൽ ശരിയാവില്ല. നമുക്കെല്ലാവരും ഉണർത്താം. ചിൻ എന്താ വൈഫി? എനിക്ക് ആറാം പോയിട്ട് എടാ ചങ്കോ, എന്ത് പറ്റി ആറാം? എണിക്കടാ. ശരി ജിൻ, എന്ത് പറ്റി ബേബി? ജിയോ, എല്ലാവരും ഉണർത്ത്, എല്ലാവരും ലാസ്റ്റ് ജിമ്മിൻ എല്ലാവരും അടച്ച്. ആറാം ജിമ്മിൻ്റെ അടുത്ത് പോകാൻ തുടങ്ങി. ആറാം, നോ, നീ ബാക്കി എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുക, നിങ്ങളെല്ലാവരും പോയി ഒരാളാൾ വിളിച്ചോ.